ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫേസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ നമ്മൾ കമ്പനീസ് ആക്ട് 2013 കണ്ടിന്യൂസ് പാർട്ടാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ആണ്. കമ്പനീസ് മെയിനായിട്ടും 6 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, സെക്കൻഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, then on the basis of number of members, on the basis of ownership, on the basis of control and on the basis of nationality. ഇങ്ങനെ 6 കാറ്റഗറി ആയിട്ട് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ മീൻസ് കമ്പനി എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റഡ് ആയത് അല്ലെങ്കിൽ കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ആയത് എന്നുള്ള ബേസ് ചെയ്തിട്ട് കമ്പനീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ചാർട്ടേഡ് കമ്പനീസ്, then statutory companies and registered companies. So chartered companies means this form of company could be formed by the crown. ക്രൗൺ അതായത് രാജാവ് ആരാണോ ഭരിക്കുന്നത്, രാജാവോ രാജ്ഞിയോ, അവർ ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ രാജഭരണം ഉള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജഭരണം ഉള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. സോ ക്രൗൺ അവരുടെ പവർ ഉപയോഗിച്ചിട്ട് കമ്പനീസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ. ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുന്നേ ചാർട്ടേഡ് കമ്പനീസ് നിലവിലുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓർ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇന്ത്യൻ പാർലമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ സ്പെഷ്യൽ ആക്ട് പ്രകാരം അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു കമ്പനി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇത് ഒരു ഗവൺമെൻറ് കമ്പനീസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനീസ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. റെയിൽവേ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ എക്സാമ്പിൾ. ദെൻ തേർഡ് കാറ്റഗറിയാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ദീസ് ആർ കമ്പനീസ് ഫോംഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ഓർ സം ഏർലിയർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വരുന്ന കമ്പനീസിനെയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അതിന് മുന്നേയുള്ള ഏത് ആക്ട് പ്രകാരമോ നിലവിൽ വന്ന കമ്പനീസിനെ രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയും. സോ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇങ്ങനെയാണ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ചാർട്ടേഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. കമ്പനിയുടെ ലയബിലിറ്റി എങ്ങനെയാണെന്നനുസരിച്ചിട്ട് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയും. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മറാൻഡം ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ലയബിലിറ്റി, കമ്പനിയുടെ മുകളിൽ എന്തെങ്കിലും ലയബിലിറ്റി വന്നാൽ അതിൻ്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവർ എടുത്ത ഷെയർസിൻ്റെ എത്ര എമൗണ്ടാണോ ബാലൻസ് ഉള്ളത് പേ ചെയ്യാനായിട്ടുള്ളത് ആ എമൗണ്ട് മാത്രമേ അവർക്ക് ലയബിലിറ്റി ആയിട്ട് വരുള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയുടെ മുകളിലൊന്നും ഒരു ലയബിലിറ്റിയും വരില്ല. അങ്ങനെയുള്ള ലയബിലിറ്റി വരുന്ന കമ്പനീസിനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇറ്റ് മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മറാൻഡം to such amount as to members may respectively undertake by the memorandum to contribute to the assets of the company in the event of its being wound up. അതായത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് പറയും ഓരോ മെമ്പറും കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി നിർത്തുന്ന സമയത്ത് കമ്പനിയുടെ ലയബിലിറ്റിയിൽ എത്ര വരെ അവർക്ക് ലയബിലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ അവരൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഇത്ര എമൗണ്ട് വരെ ഞാൻ ലയബിൾ ആയിരിക്കും. അങ്ങനെ നിലവിൽ വരുന്ന കമ്പനീസിനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസിൽ വരുമ്പം ഒരു ഷെയർ ഹോൾഡർ ഷെയർ പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ എത്ര എമൗണ്ട് കൊടുക്കാൻ ബാലൻസ് ഉണ്ട് ആ എമൗണ്ട് മാത്രമായിരിക്കും അവർക്ക് ലയബിളായിട്ടുണ്ടാവുക. ബട്ട് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഷെയർ എമൗണ്ട് റിലേറ്റഡ് അല്ല, പകരം ഓരോ മെമ്പറും അവർ ഒരു ഗ്യാരണ്ടി കൊടുത്തിരിക്കും ഇത്ര എമൗണ്ടിന് അവർ കമ്പനിയിൽ ലയബിളാണ്. സോ ആ എമൗണ്ട് ആയിരിക്കും അവർക്ക് ലാസ്റ്റ് പേ ചെയ്യേണ്ടി വരിക. തേർഡ് വൺ ആണ് അൺലിമിറ്റഡ് കമ്പനീസ്. അൺലിമിറ്റഡ് കമ്പനീസ് മീൻസ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയോ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസോ അല്ലാത്ത കമ്പനീസിനാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. വേർ ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അവർ ഇനി എത്ര ഷെയർ എമൗണ്ട് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാനില്ലയോ എന്നുള്ളതല്ല. കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ വരെ
കമ്പനിക്ക് ആക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനി അതുവരെ വിറ്റ് അവർക്ക് ആ ലാബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ ലാബിലിറ്റിയുടെ ബേസിസിൽ കമ്പനീസിനെ ഈ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഒരു കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അനുസരിച്ചിട്ട് കമ്പനീനെ അഗെയിൻ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി. ഓക്കെ, പ്രൈവറ്റ് കമ്പനി മീൻസ് കമ്പനി വിച്ച് ഈസ് ഫോംഡ് വിത്ത് മിനിമം നമ്പർ ഓഫ് 2 പേഴ്സൺസ്. മിനിമം 2 പേരെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനീസിനെയാണ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനീസിന് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആണ്. അപ്പോൾ 2 to 200, 2 മുതൽ 200 വരെ മെമ്പേഴ്സാണ് പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാവാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനീനെയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്പർ ഓഫ് പേഴ്സൺസ് മിനിമം 7 ആൻഡ് മാക്സിമം നമ്പർ ഈസ് അൺലിമിറ്റഡ്. മിനിമം 7 മെമ്പേഴ്സും മാക്സിമം അൺലിമിറ്റഡ് ആണ് പബ്ലിക് കമ്പനിയുടെ കേസിൽ. ആൻഡ് വൺ പേഴ്സൺ കമ്പനി, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരേ ഒരാൾ മാത്രം മെമ്പറായിട്ടുള്ള കമ്പനീനെയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 മുതലാണ്, 13 നിലവിൽ വന്നതിന് ശേഷമാണ് വൺ പേഴ്സൺ കമ്പനി നിലവിൽ വന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നെക്സ്റ്റ് വേണമാണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് കമ്പനീസിനെ ഗവൺമെൻറ് കമ്പനീസ് എന്നും നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്നും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് കമ്പനീസ് നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള കമ്പനീസാണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട്, a government company means any company in which not less than 51% of the paid up share capital is held by central government or by any state government or governments, or partly by central government and partly by one or more of the state government, and includes a company which is a subsidiary company ഓഫ് സച്ച് എ ഗവൺമെൻറ് കമ്പനി. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ 51% കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പാർട്ട്ലി ആവാം. എങ്ങനെയാണെങ്കിലും 51% അബോവ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ് ആണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. And non-government companies, the list of non-government companies includes all those companies which are registered under Companies Act but not as government company. Government company അല്ലാതെ രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനീസിനെയും നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയും. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ കമ്പനീസിനെ ഹോൾഡിംഗ് കമ്പനി എന്നും സബ്സിഡറി കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് നോക്കാം. എ കമ്പനി ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദ അതർ കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺട്രോൾ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള കമ്പനീനെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡറി കമ്പനീസ്. അതായത് ഒരു ഹോൾഡിംഗ് കമ്പനി 1-2 കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനിയാണെന്ന് പറയുകയാണെങ്കിൽ ബാക്കി കമ്പനീസ് എല്ലാം അതിൻ്റെ സബ്സിഡറി കമ്പനീസ് ആണ്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഏത് കമ്പനിയാണോ കൺട്രോൾ ചെയ്യുന്നത് അത് ഹോൾഡിംഗ് കമ്പനിയും, ഏത് കമ്പനിയാണോ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആരെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ കമ്പനീനെ സബ്സിഡറി കമ്പനി എന്നും പറയും. സോ അതാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ കമ്പനീസിനെ ഹോൾഡിംഗ് കമ്പനി എന്നും സബ്സിഡറി കമ്പനിയായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി. ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി, നാഷണൽ കമ്പനീസ് ആൻഡ് ഫോറിൻ കമ്പനീസ്. എ കമ്പനി ഫോംഡ് അണ്ടർ സ്പെസിഫിക് കമ്പനി ആക്ട് ഓഫ് നാഷൻ ഈസ് നോൺ ആസ് നാഷണൽ കമ്പനി. ഇന്ത്യയുടെ കേസിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വരുന്ന കമ്പനീസിനെയാണ് നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ഫോറിൻ കമ്പനി ഈസ് വൺ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഫോം ചെയ്ത ഒരു കമ്പനീനെയാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി മീൻസ് any company or body incorporated outside India which has a place of business in India whether by itself or through an agent physically or through electronic mode, conducts any business activity in India in any other manner. അപ്പം ഇന്ത്യയുടെ ഒരു ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തായിരിക്കണം. എന്നാൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഫിസിക്കലിയോ ഇലക്ട്രോണിക് മോഡിലോ നടക്കുകയോ അതിൻ്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ നടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ ഫോറിൻ കമ്പനി എന്ന് കണക്ക് കൂട്ടും. സോ ഇങ്ങനെയാണ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ഏരിയയിൽ തന്നെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് വെയിൽ.
അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് ദ കോർപ്പറേറ്റ് വെയിൽ. ഇതെന്താണെന്ന് കൂടെ നോക്കാം. The corporate veil means it is a legal concept that separates a company from its shareholders. ഇതൊരു ലീഗൽ കോൺസെപ്റ്റ്സ് ആണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണെന്ന് നമ്മൾ ഓൾറെഡി കമ്പനിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ മെമ്പേഴ്സും ഡിഫറെൻ്റ് ആണ്. കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസം ഉണ്ട്. അതിനെ തന്നെയാണ് ഇവിടെ ഈ കോർപ്പറേറ്റ് വെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ വീൽ ആക്ട് ലൈക്ക് എ ഷീൽഡ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ഫ്രം ബീങ് പേഴ്സണലി ലയബിൾ ഫോർ കമ്പനീസ് ഡെറ്റ്സ് ആൻഡ് ആക്ഷൻസ്. അപ്പം കമ്പനിയുടെ പേഴ്സണൽ ലയബിലിറ്റിയിൽ നിന്നും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ മാറ്റി നിർത്തുന്ന ഒരു വാള് പോലെയാണ് ഈ കോർപ്പറേറ്റ് വെയിൽ പ്രവർത്തിക്കുന്നത്. സോ കോർപ്പറേറ്റ് വെയിലിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്. ദാറ്റ് ഈസ് സംടൈംസ് ദ കോർട്ട് മേ ലിഫ്റ്റ് ഓർ പിയേഴ്സ് ദ കോർപ്പറേറ്റ് വെയിൽ ടു ലുക്ക് ബിഹൈൻഡ് ദ കമ്പനി. അതായത് ചില സമയത്ത് കോർട്ടിന് ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നെറ്റാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അത് മാറ്റേണ്ട വരും ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിൾ ഫോർ മിസ്യൂസ് ഓർ ഫ്രോഡ്. അതായത് കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസോ ഫ്രോഡലൻ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ പിന്നിൽ ആരാണെന്ന്, റിയൽ പേഴ്സൺ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ കോർട്ടിന് ഒഴിവാക്കേണ്ടി വരും. ആ ഒരു പ്രൊസീജിയറിനെയാണ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പിയേഴ്സിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് വരുന്നത് ഒന്ന്, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്. കമ്പനീസിലെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കണ്ടക്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനാണ്. ദെൻ ടു ഡിറ്റർമൈൻ എനിമി ക്യാരക്ടർ. ഇൻ കേസ് കമ്പനീസ് അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു വാറിലൊക്കെ ഏർപ്പെടുന്ന സമയത്താണെങ്കിൽ ഈ കമ്പനി കൺട്രോൾ ചെയ്യുന്നത് എനിമീസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ നടത്തും. ദെൻ ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് റവന്യൂ, ദാറ്റ് ഈസ് കമ്പനീസ് ചില സമയത്ത് ടാക്സ് ഇവേഷൻ ഒക്കെ നടത്തും. ടാക്സ് മുഴുവൻ കൊടുക്കാതെ ടാക്സ് ഒഴിവാക്കുന്ന രീതിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻസ്, കമ്പനിയുടേതായിട്ടുള്ള ലീഗൽ ഒബ്ലിഗേഷൻസിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സബ്സിഡറി ആൻഡ് ഹോൾഡിംഗ് കമ്പനീസിൻ്റെ കേസിൽ ആരാണ് റിയൽ ഓണർ എന്നറിയാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സബ്സിഡറി കമ്പനീസും ഉണ്ട്, ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ട്. ഹോൾഡിംഗ് കമ്പനിയാണ് സബ്സിഡറി കമ്പനീനെ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആക്ച്വലി വിച്ച് ഈസ് ദ ഹോൾഡിംഗ് കമ്പനി, വിച്ച് ഈസ് ദ സബ്സിഡറി കമ്പനി എന്നറിയാൻ വേണ്ടിയിട്ടും ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ കോർട്ട് ചെയ്യും. So these are some of the situations where corporate veil is lifted അല്ലെങ്കിൽ pierced. സോ ഇതാണ് ആ ടേം. കോർപ്പറേറ്റ് വെയിൽ എന്താണ്, ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണ്, അതിൻ്റെ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ആ ഒരു ടേമും കൂടെ നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. സോ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്